കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം റാഗിംഗ് മൂലം, റാഗിംഗ് എന്ന് പറഞ്ഞൂടാ, ലഹരിയുടെ അടിമത്തത്തിൽ റാഗിംഗ് ചെയ്തിട്ട് ഒരു കുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കുന്ന, ക്രൂശിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. ലഹരി മനുഷ്യനെ എത്രമാത്രം വികൃതമാക്കുമെന്നുള്ളത്, ലഹരി മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ലോജിക്ക് ബ്രെയിൻ പ്രവർത്തിക്കാത്തൊരു മൃഗമാക്കി മാറ്റുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പം അവരുടെ ശരീരത്തിൽ എത്രമാത്രം ലഹരി അവരെ മാറ്റിമറിച്ചു എന്ന് നോക്കണം. ലഹരിയാണ് കുട്ടികളെ വൃത്തികേടാക്കുന്നത്. പിന്നെ ഈഗോ ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല. പലരും ആ ചിത്രങ്ങൾ കണ്ട് കണ്ണടച്ചു. അത്രക്കും മൃഗീയമായിരുന്നു. ഇന്ന് ലഹരി മനുഷ്യന്മാരുടെ എത്രയും മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ശക്തമാണ്. ലഹരി ഉപയോഗം നിർത്തുക എന്ന് പറയുമ്പം ലഹരിയുടെ സോഴ്സുകളാണ് നിർത്തേണ്ടത്. പലപ്പോഴും ലഹരി എത്തിച്ചു കൊടുക്കേണ്ട ആൾക്കാരെ നമ്മൾ ഒരുപാട് മാന്യന്മാരായ ആൾക്കാരായിരിക്കും. ഒരുപാട് മാന്യന്മാരായ ആൾക്കാരാണ് ലഹരി റാക്കറ്റിൽ പണം സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വെക്കുന്നത്. ആരാണോ ലഹരി കൊണ്ടു കൊടുക്കുന്നത് അവരൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കൊരാൾ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലഹരി എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ലഹരി സെല്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു എക്സൈസ് കമ്മീഷണർ നമ്പറിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. 9447178000 നമ്മുടെ അടിയിൽ കൊടുക്കുക. ഈ ഒരു കോളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ, ലഹരിക്കെതിരെ ശക്തമായി നിലനിന്നിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ ഇനിയും ആവർത്തിക്കപ്പെടും. മാന്യന്മാരായ കുട്ടികളെപ്പോലും ഈ ലഹരി വഷളാക്കും. മാന്യന്മാരായ ദമ്പതികളെപ്പോലും, ഭർത്താക്കന്മാർ, ഒരുപാട് ആണുങ്ങളൊക്കെ നല്ല സ്നേഹസമ്പന്നരായിരിക്കും, പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ അവരെ കോലം മാറും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വിദേശത്ത് പഠിച്ച സമയത്ത് അവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു. അവനും വളരെ നല്ല മനുഷ്യനാണ്, പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ കോലം മാറും. ഒരു ദിവസം എൻ്റെ പ്രൊഫസറാണ്, ഒരുപാട് ആദരിക്കുന്ന പ്രൊഫസറാണ്, ക്ലാസ്സൊക്കെ കേട്ട് വളരെ ഇൻട്രസ്റ്റോടെ ഇരിക്കുന്ന പ്രൊഫസറാണ്. ഞാനെന്ത് ചെയ്ത് വേഗം ഈ പ്രൊഫസറുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. അയാളിങ്ങനെ എല്ലാവരെയും വിളിച്ച് ഓരോന്ന് കൊടുക്കുക. എന്നോട് കൂട്ടുകാർ, അതാ എൻ്റെ പ്രൊഫസർ, അത് എന്തോ തരാൻ എന്തോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നതും എനിക്ക് നല്ല 2 അടി. പഞ്ചാബി എൻ്റെ സുഹൃത്താണ്. ഒരു ദിവസം വന്ന് ഭയങ്കര അടി. ഞാൻ അവൻ്റെ ആന്ധ്രയിലെ സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് അടിച്ചതാണ്. ഇതൊക്കെ ലഹരി ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സാണ്, മനസ്സിലായില്ലേ? അത്രയേറെ അപകടമാണ്. അപ്പോൾ ലഹരിയെ അതിൻ്റെ റൂട്ടിൽ തന്നെ തുരത്തെറിയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനി നടന്നുകൂടാ. ലഹരിക്ക് പിടിക്കപ്പെടുന്നവർക്ക് തക്കതായ ശിക്ഷ, അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമവും രക്ഷിതാക്കൾ തൊട്ട് ആരുടെ അടുത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഒരു പോലീസ് ആക്ഷൻ എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നതൊക്കെ. അല്ലാതെ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് അല്ല. ഒരു പോലീസ് ഒരു ലഹരി ഉപയോഗിച്ച ഒരാളെ പിടിച്ചു കൊണ്ടുപോയാൽ അത് അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആണെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ. ഒരിക്കലും അങ്ങനെയല്ല. ഓക്കെ, പ്രത്യേകം